പാർവതി നടക്ക. പൂട്ടിയിടൊന്നും വേണ്ട. അമ്മയോട് ഇനിയും വഴക്കിടാൻ എനിക്ക് വയ്യ. പോയിവളെ. വാ വാ ഇങ്ങോട്ട്. നീ എന്തിനാ അവരോടൊക്കെ വഴക്കിന് പോകുന്നത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ? നിന്റെ വിഷമം എനിക്കറിയാം. പക്ഷേ അവരെ ഒന്നും തോൽപ്പിക്കാനുള്ള കഴിവ് നിനക്കില്ലല്ലോ പാർവതി. അവരെ അവർക്ക് തോന്നുന്നൊക്കെ ചെയ്യട്ടെ. അതൊന്നും ശ്രദ്ധിക്കാതെ നീ ഇതിനകത്ത് തന്നെ ഇരിക്ക്. വേറെ എങ്ങോട്ടും നീ പോണ്ട പാർവതി. ഇനി നീ അലോസരം ഉണ്ടാക്കിയാലേ ഞാനും കൂടെ വഴക്ക് കേൾക്കേണ്ടി വരും. എന്നെ വഴക്ക് കേൾപ്പിക്കല്ലേ പാർവതി. ഇല്ല മണിക്കുട്ട, ജാസ്മിൻ ആ എഴുത്ത് കത്തിച്ചു കളഞ്ഞു. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ പാറു. എനിക്കിപ്പോ വലിയ കഷ്ടകാലം മണിക്കുട്ട. ഞാൻ ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ടാ എല്ലാം നടക്കുന്നത്. വിശാൽ സാറിന്റെ നല്ലതിന് വേണ്ടിയാ വേറൊരു വിവാഹം കഴിക്കാൻ ഞാൻ വിശാൽ സാറിനെ നിർബന്ധിച്ചത്. പക്ഷെ സംഭവിച്ചതോ, വിവാഹം കഴിച്ച വിശാൽ സാറിന് കൂടുതൽ നാശം ഉണ്ടാവുകയുള്ളൂ. പാറു സമ്മതിച്ചാലേ അമേരിക്കയിൽ നിന്ന് വന്ന കൊച്ചമ്മയോട് ഞാൻ പോയി പറയാം ജാസ്മിൻ മിത്രമല്ല ശത്രുവാണെന്ന്. വിശ്വസിക്കില്ല മണി. അവരുടെയൊക്കെ കണ്ണില് ഞാനാ ശത്രു. വിശാൽ സാറിനെ തട്ടിയെടുത്ത് ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കുന്ന മോശം പെണ്ണ അവരുടെയൊക്കെ നോട്ടത്തിൽ ഞാൻ. ചടങ്ങുകൾ നടക്കുന്നിടത്ത് എന്റെ നിഴല് പോലും ചെല്ലരുതെന്ന അപ്പച്ചിയുടെ കൽപ്പന. പാറുവിനെയല്ലേ അവർക്ക് തടയാൻ കഴിയൂ. ദേവമ്മയും ചെയ്യൊന്നും അവർക്ക് തടയാൻ കഴിയില്ലല്ലോ. വിശാൽ സാറിനെ അവര് രക്ഷിച്ചോളും. പാറു പേടിക്കണ്ട. ദേവമ്മ വന്ന് തടഞ്ഞതല്ലേ, എന്നിട്ടും അവര് പിന്മാറിയില്ലല്ലോ. വിവാഹം നടത്തണമെന്ന വാശി തന്നെ അവര്. ദേവമ്മ തോറ്റാലേ ദേവി തന്നെ വരും. വിശാൽ സാറിനെ രക്ഷിക്കാനേ സാക്ഷാൽ ഉദീനൂരമ്മ തന്നെ വരും. പാറുവിന്റെ ഭർത്താവിനെ ദേവി ഒരിക്കലും കൈവിടില്ല പാറു. അമ്മേ, അമ്മയ്ക്ക് സുഖാണോ? എന്റെ ഈ ചോദ്യം കേട്ടപ്പോ ഞാൻ എന്ത് വിട്ടിയാണെന്ന് അമ്മ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അമ്മ മരിച്ചു പോയെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അമ്മ ഇപ്പോഴും ഇവിടെ ഉള്ളതുപോലെയാ എനിക്ക് തോന്നുന്നത്. തോന്നലല്ല, അത് തന്നെയാ സത്യം. അമ്മേ, ആ നിശ്ചയ അലങ്കോലമായത് പാർവതി ദുർമന്ത്രവാദം ചെയ്തുകൊണ്ടാണെന്ന് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം, ആ ചടങ്ങ് അലങ്കോലമാക്കിയത് അമ്മയാ. സത്യമല്ലേ? അമ്മ അവിടെ ഉണ്ടായിരുന്നു. പാർവതിയുടെ നോട്ടം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ എവിടെ ഉണ്ടെന്ന്. അവൾക്ക് അമ്മയെ കാണാൻ കഴിയും. അമ്മയുടെ മോനായ എനിക്ക് അമ്മയെ കാണാൻ കഴിയില്ല. എന്റെ മുന്നിലും ഒന്ന് വന്നൂടെ അമ്മേ? അമ്മയെ കാണാൻ എനിക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടെന്നറിയോ? എനിക്ക് അമ്മയെ കാണിച്ചു തരാൻ പാർവതി ഒരിക്കൽ ശ്രമിച്ചതാ. പക്ഷെ അന്ന് നടന്നില്ല. അമ്മ എന്റെ മുന്നിൽ വന്നാൽ ഇനിയുള്ള ജീവിതം ആരുടെ കൂടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയും. അമ്മയുടെ മുന്നിൽ പാർവതി വിളക്ക് തെളിയിക്കുന്നുണ്ടാണോ അമ്മ അവളുടെ മുന്നിൽ മാത്രം പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മുന്നിലെ വിളക്ക് ഞാനും തെളിയിക്കാം.
അപ്പോ അമ്മ എന്റെ മുന്നിലും വരുമല്ലോ. അമ്മ എന്തിനാ എന്നെ വേദനിപ്പിച്ചത്? ഈ വിളക്ക് കൊളുത്താൻ ആ പാർവതിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണോ? വരുന്നുണ്ട്. എന്നെ തോൽപ്പിക്കാന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്നവളല്ലേ. ഈ ജാസ്മിനോട് കളിച്ച എന്തായിരിക്കും അവസ്ഥയെന്ന് ഇന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാടി. ഗ്ലാസ് പൊട്ടി ചില്ലി നിന്റെ വയറ്റിലും മുതുകത്തൊക്കെ കുത്തിക്കയറി മൂക്കാനോരമില്ലാതെ നീ ഇവിടെ കിടന്ന് നരകിക്കൂടി. ഇങ്ങോട്ട് വാടി. ജാസ്മിനെ ഇട്ട് വട്ടം കറക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമല്ലേ നിന്റെ മനസ്സില്? നിന്റെ എല്ലാ സന്തോഷവും അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർത്തു തരാം. ചൂട് പാലൊഴിക്കുന്നോ? പൊള്ളി നാശമായിന്നാ തോന്നുന്നേ. ജാസ്മിനെ ഇവിടെ കാല് നീട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടില്ല. സത്യമായിട്ടും കണ്ടില്ല. കാണാതെയാണോടി കാലിൽ തന്നെ പാലൊഴിച്ചത്? ഞാൻ കണ്ടില്ല ജാസ്മിനെ. പക്ഷേ ഞാൻ നിത്യവും വിളിക്കുന്ന എന്റെ ഉദയന്നൂരമ്മ കണ്ടു കാണും. പലരും എന്നെ വീഴ്ത്താൻ ശ്രമിച്ചിട്ട് വീഴാതെ എന്നെ താങ്ങി നിർത്തുന്നതേ എന്റെ ദേവിയാ. നീ എന്നെ വീഴ്ത്താൻ നോക്കുകയാണെന്ന് ദേവിക്ക് തോന്നിക്കാണും. അതുകൊണ്ടാ ചൂട് പാല് തുളുമ്പിച്ച് ദേവി നിന്റെ കാല് പൊള്ളിച്ചത്. നിന്റെ ഒരു ദേവി, എന്തൊരു വേദനയാ നാശം. ഉദയന്നൂരമ്മ നിന്റെ കാല് വേദനിപ്പിച്ചതിനെ ഒരു കാരണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഈ കാല് നീ എന്നെ കൊണ്ട് പിടിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയില്ലേ അന്ന് മൈലാഞ്ചി ഇടിക്കാൻ എന്ന പേരിൽ? അത് ദേവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതെ, ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരാറില്ല. എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരാറുണ്ട്. കാര്യങ്ങൾ നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കാത്തതേ ഞാൻ കാരണമല്ല, ദൈവോ. ദൈവത്തിന്റെ തീരുമാനം ദൈവം നടപ്പാക്കുന്നത്. ദേ, അതൊക്കെ മനസ്സിൽ വെച്ച് നീ എനിക്കെതിരെ നീങ്ങിയല്ലേ? നീ പറഞ്ഞില്ലേ ആരുമില്ലാതെ ഞാൻ ഇവിടെ കിടന്ന് നരകിക്കൂന്ന്? ഞാൻ ആരുമില്ലാത്തവളല്ല. എന്നെ നോക്കാനും കാക്കാനും എന്റെ ഉദയന്നൂരമ്മയുണ്ടാവും. ചതിക്കാല് വെച്ച് പാർവതിയെ വീഴ്ത്താൻ നോക്കിയ ദേവി നോക്കി നിൽക്കൂന്ന് നീ വിചാരിക്കണ്ട. ദേ, എനിക്കെതിരെ നീങ്ങിയ ഇനിയെങ്കിലും നിന്റെ മനസ്സിലുണ്ടാവണം, നീ മത്സരിക്കുന്നത് എന്നോടല്ലെന്ന്, സാക്ഷാൽ ദേവിയോടാണെന്ന്. ഉദയന്നൂരമ്മയോട് നീ കൂട്ടിയ കൂടില്ല ജാസ്മിനെ. വേണമെങ്കിൽ എടുത്തു കുടിക്കാം. നിന്റെ ഒരു ദേവി, നിന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാടി. അതിനെനിക്ക് കുറച്ച് പൂ വാങ്ങാനുള്ള ചെലവേ ഉള്ളൂ.
അയ്യോ എന്റെ കൈ പൊള്ളിയ പണ്ട് അമ്മ ഇതുപോലെ ചെയ്യുമായിരുന്നു. വിശാലിന്റെ കൈ പൊള്ളിയാൽ ഇങ്ങനെ ചെയ്യണമെന്ന് എന്റെ അമ്മ പറഞ്ഞു തന്നാണോ? അമ്മയും നീയും വലിയ കൂട്ടാണല്ലോ. വിശാൽ സാറിന്റെ അമ്മ പറഞ്ഞു തന്നെയൊന്നുമല്ല. അമ്മ പറഞ്ഞു തന്നെന്ന് വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യാനും കഴിയില്ല. അതിന് മനസ്സിലെ സ്നേഹം വേണം. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? പറ, എന്നോട് സ്നേഹമുണ്ടോ? എനിക്ക് അറിയില്ല. സ്നേഹമുണ്ടോന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയാൽ മതി. പരീക്ഷണോ? എന്ത് പരീക്ഷണം? അതെ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് നീ ഉത്തരം പറയണം. ചോദിക്കും. പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്നെ കാണുമ്പോ മനസ്സിനകത്ത് ഒരു മഞ്ഞ് വീഴുന്ന പോലെ തോന്നാറുണ്ടോ? ഞാൻ ആ വഴി പോകുമ്പോ എന്റെ അടുത്തൊന്ന് വന്നൂടെ എന്ന് മനസ്സിൽ പറയാറുണ്ടോ? ഇനിയും ഒരു ചോദ്യം കൂടിയുണ്ട്. അറിയാതെ ഞാനൊന്ന് തൊട്ടുപോയാ നിനക്ക് എന്താ തോന്നുക? പറ. ഒരുമാതിരി എനിക്ക് ഷോക്ക് അടിക്കുന്ന പോലെ. അപ്പോ നിനക്കെന്നോട് സ്നേഹം തന്നെയാ? എന്നിട്ടും നീ എന്തിനാ എന്നെ അവൾക്ക് വിട്ടുകൊടുക്കുന്നത്? സാറിനോട് സ്നേഹമുള്ളതുകൊണ്ടാ. മനസ്സ് നിറയെ സ്നേഹമുള്ളതുകൊണ്ടാ. മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. ചായ. മോളെ പാർവതി,
വിശാലിന്റെയും ജാസ്മിന്റെയും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. വിശാല് മറ്റൊരു വിവാഹം കഴിച്ചു കാണാൻ പാർവതി പോലും ആഗ്രഹിക്കുമ്പോ ഞാൻ തടസ്സം നിൽക്കുന്ന എന്തിനാണെന്ന പ്രഭാവതിയുടെ ചോദ്യം. വിശാല് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് അച്ഛാ. അതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നില്ല. കാരണം അറിയുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ഞാൻ നിൽക്കേണ്ടത് എന്റെ മകന്റെ കൂടെയാണ്, അവനെ സ്നേഹിക്കുന്നവരുടെ കൂടെയാ. പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്റെ മനസാക്ഷിയോട് പറയണമെങ്കിൽ നീ എന്നോട് ആവശ്യപ്പെടണം, വിശാലിന്റെ വിവാഹം നടത്തിക്കൊടുക്കണമെന്ന്. നിന്റെ നാവിൽ നിന്നും അത് കേൾക്കാതെ വിവാഹകാര്യവുമായി ഞാൻ മുമ്പോട്ട് പോവില്ല. അത് നടത്തിക്കൊടുക്കാൻ മറ്റാരെയും ഞാൻ അനുവദിക്കുകയില്ല. വിശാൽ സാറിന്റെ വിവാഹം അച്ഛൻ നടത്തിക്കൊടുക്കണം. ഞാനല്ല, നമ്മൾ എല്ലാവരും കൂടിയാണ് നടത്തിക്കൊടുക്കേണ്ടത്. നോക്ക്, കൂടെ നിൽക്കാൻ നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാ. വിശാല് ജാസ്മിനെ വിവാഹം കഴിക്കണമെന്നാണ് പ്രഭാവതിയുടെയും ആഗ്രഹം. വിശാലിനും അതിന് സമ്മതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വധുവിന്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് അഭിപ്രായം ചോദിക്കുന്നില്ല. വിവാഹ നിശ്ചയം നടത്താൻ നോക്കിയപ്പം തടസ്സങ്ങൾ ഉണ്ടായതുപോലെ ഇനിയും തടസ്സങ്ങൾ ഉണ്ടായാലോ? അതൊരു ലക്ഷണക്കേടാ. ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. എന്നിട്ട് മതി മുഹൂർത്തം നിശ്ചയിക്കല്. എല്ലാവർക്കും സംഭവിക്കുന്നൊരു അബദ്ധമുണ്ട്. വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ക്ഷണിക്കും. പക്ഷെ ആദ്യം ഓർക്കേണ്ട ആളെ മറക്കുകയും ചെയ്യും. ആ അബദ്ധം ഇവിടെ സംഭവിച്ചു എന്നാണോ പാർവതി പറഞ്ഞു വരുന്നത്? അതെ. അതിന് വിവാഹ നിശ്ചയത്തിന് ഞാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ചിരുന്നില്ലല്ലോ. ഓർക്കേണ്ടവരെ ഓർത്തതുമില്ല. ആരുടെ കാര്യ പാർവതി പറയുന്നത്? എന്ത് മംഗളകാര്യം നടക്കുമ്പോഴും ആദ്യം കുടുംബ പരദേവതകളെ ഓർക്കണം. ദേവിയല്ലേ ഈ കുടുംബത്തിന്റെ പരദേവത. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ദേവിയെ തൊഴണമെന്ന് വിശാൽ സാറിന് തോന്നിയില്ല. വിശാൽ സാറിനെ ആരും ഓർമ്മിപ്പിച്ചതുമില്ല. ഗോപി, നാളെ തന്നെ ദേവി പൂജ ചെയ്യണം. നാളെ തന്നെ പോയി തിരുമേനിയെ കൂട്ടിക്കൊണ്ടുവരണം. ദേവി പൂജ ചെയ്യാൻ എന്തിനാ തിരുമേനി? പരമേശ്വരി പൂജ ചെയ്തത് പാർവതിയല്ലേ? ഇവളൊരു തിരുമേനിയുടെ കൊച്ചുമോളല്ലേ? പൂജ പാർവതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ?